PMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഞാൻ പ്രകോപനമുണ്ടാക്കാനില്ല. ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകുവാൻ കാരണം എന്താണെന്നറിയില്ല. ബിനോയ് വിശ്വം. സിപിഐക്കെതിരായ പരാമർശത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഒരു പ്രകോപനത്തിനും വീഴാൻ സിപിഐ ഇല്ല. വി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകുവാൻ കാരണം അറിയില്ലെന്നും ശിവൻകുട്ടിയെ പഠിപ്പിക്കുവാൻ ആളല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സിപിഐക്ക് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ പ്രകോപനമുണ്ടാക്കുവാനും പ്രകോപിതനാകുവാനുമില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ആരും പ്രകോപനമുണ്ടാക്കുവാൻ പാടില്ലാത്ത സാഹചര്യമാണ്. വി ശിവൻകുട്ടിയായാലും പ്രകോപനമുണ്ടാക്കരുത്. വി ശിവൻകുട്ടിക്കും അത് ബോധ്യമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. RSSന്റെ വിദ്യാഭ്യാസ അജണ്ടയാണ് PM ശ്രീ. ഫണ്ട് കിട്ടാത്തതിന് ഉത്തരവാദിയല്ലെന്ന് പറയുന്ന ശിവൻകുട്ടിയോട് എന്ത് പറയാനാണെന്നും അദ്ദേഹം ചോദിച്ചു. SSKയും PM ശ്രീയും ഒന്നല്ലെന്നും രണ്ടും കൂട്ടിക്കെട്ടുന്നത് RSS രാഷ്ട്രീയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. SSK ഫണ്ട് തട്ടിപ്പറിക്കുവാൻ കേന്ദ്രം ശ്രമിച്ചാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. ജയപരാജയങ്ങളുടെ അളവുകോൽ വെച്ച് അളക്കുന്നില്ല. LDF ഐക്യത്തിന്റെയും ഐഡിയോളജിയുടെയും വിജയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം, സമരത്തിൽ നിന്നും വിട്ടുനിന്ന് KGPMTA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ ഭിന്നത. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ മറ്റൊരു സംഘടനയായ കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ സമരത്തിൽ നിന്നും വിട്ടുനിന്നു. ശമ്പള പരിഷ്കരണമടക്കം പല കാര്യങ്ങളും കോടതി പരിഗണിക്കുന്ന വിഷയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ സർക്കാരിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കില്ല. ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം ജോലിയിൽ നിന്നും മാറി നിൽക്കുന്നത് സമരവുമല്ല, നൈതികതയും അല്ലെന്നും KGPMTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അജിത് പ്രസാദ് പറഞ്ഞു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക, സംസ്ഥാനത്ത് പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക, ഡോക്ടർമാരുടെ അശാസ്ത്രീയമായ പുനർവിന്യാസം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGMCTA OP ബഹിഷ്കരണം. സമരത്തെക്കുറിച്ചറിയാതെ മെഡിക്കൽ കോളേജുകളിലെത്തിയ രോഗികൾ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു. ആരോഗ്യമന്ത്രിയിൽ നിന്നും ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് KGMCTA നിലപാട്. ഗർഡർ അപകടം, കരാർ കമ്പനിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്ത പോലീസ്. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ പതിച്ചുണ്ടായ അപകടത്തിൽ കരാർ കമ്പനിക്കെതിരെ കേസെടുത്ത പോലീസ്. നരഹത്യ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഹരിപ്പാട് സ്വദേശിയായ പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷാണ് മരിച്ചത്. പുലർച്ചെ 2:30-ക്കായിരുന്നു അപകടം. ഗർഡറുകൾ ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെ നിലം പതിക്കുകയായിരുന്നു. ചരക്കുമായി എറണാകുളം ഭാഗത്തേക്ക് പോയ രാജേഷിന്റെ പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് 100 ടൺ വീതം ഭാരമുള്ള ഗർഡറുകൾ വീണത്. വാഹനം പൂർണ്ണമായും തകർന്നു. ഡ്രൈവർ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ഹൈഡ്രോളിക് ജാക്കിന്റെ സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് കരാർ കമ്പനി അശോക ബിൽഡ്കോണിന്റെ വിശദീകരണം. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് സംഭവത്തിൽ റിപ്പോർട്ട് തേടി. UDF വിജയം മുന്നിൽ കണ്ടാണ് പോസ്റ്ററുകൾ. പിന്നിൽ രാഷ്ട്രീയ എതിരാളികൾ. ബിന്ദു കൃഷ്ണ. കൊല്ലം DCCക്ക് മുൻപിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം ബിന്ദു കൃഷ്ണ. പോസ്റ്ററിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികൾ. കോൺഗ്രസിനുള്ളിൽ ഭിന്നതയില്ല. ഇനിയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. കൂട്ടായ തീരുമാനമാണ് കോൺഗ്രസിലുണ്ടാകുന്നത്. UDF വിജയം മുന്നിൽ കണ്ടാണ് പോസ്റ്ററുകളെന്നും ബിന്ദുകൃഷ്ണ വ്യക്തമാക്കി. കൊല്ലം DCCക്ക് മുൻപിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ബിന്ദുകൃഷ്ണ BJP ഏജന്റാണോ എന്നാണ് പോസ്റ്ററിലെ ചോദ്യം. താമര ചിഹ്നത്തിനൊപ്പം നരേന്ദ്രമോദിയുടെയും ബിന്ദുകൃഷ്ണയുടെയും ചിത്രം വെച്ച് താമര ബിന്ദു എന്ന് കുറിച്ചുകൊണ്ടുള്ള പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 95% മുസ്ലിം വോട്ടുള്ള കൊല്ലൂർ വിളയിൽ NSSന് എന്ത് കാര്യമെന്നും കുറിച്ചിട്ടുണ്ട്. കൊല്ലത്ത് മത്സരിക്കുവാൻ സമുദായ നേതാക്കളുടെ പ്രീതിക്കായി കൊല്ലൂർ വിളയും വിറ്റത് ബിന്ദുകൃഷ്ണയോ? ബിന്ദുകൃഷ്ണയുടെ ബിസിനസ് പാർട്ണർക്ക് നൽകാനുള്ളതല്ല കൊല്ലൂർ വിള സീറ്റ്. ജനറൽ സീറ്റിൽ ദീപ്തി മേരി വർഗീസിനാകാമെങ്കിൽ ഹംസത്ത് ബീവിക്കുമാകാം എന്നിങ്ങനെ പോസ്റ്ററുകളും കൊല്ലം DCCക്ക് മുൻപിലുണ്ട്. മധ്യപ്രദേശിൽ സിന്ധ്യയെങ്കിൽ കേരളത്തിലെ ഒറ്റുകാരിയാണ് ബിന്ദുകൃഷ്ണ. കോയിക്കൽ സീറ്റ് വിറ്റെന്നും ക്യാഷ് വാങ്ങിയാണോ കോൺഗ്രസ് ജയിക്കുന്ന സീറ്റ് വിറ്റതെന്നും പോസ്റ്ററിൽ ചോദിക്കുന്നു. പോസ്റ്റർ ചർച്ചയായതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്ററുകൾ കീറിക്കളഞ്ഞു. ജനാധിപത്യത്തിൽ മസ്ലിനാണ് പ്രാധാന്യമെങ്കിൽ റോണി കോൾമാൻ എന്നേ അമേരിക്കൻ പ്രസിഡന്റ് ആകുമായിരുന്നു. പ്രശാന്ത് ശിവനെ പരിഹസിച്ച് മന്ത്രി ശിവൻകുട്ടി. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനുമായി
ചർച്ചയ്ക്കിടയിലുണ്ടായ കയ്യാങ്കളിയിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് നടന്ന ചർച്ചയ്ക്കിടെയാണ് ആർഷോയും ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനുമായി കയ്യാങ്കളിയുണ്ടായത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രശാന്ത് ശിവനെ പരിഹസിച്ച മന്ത്രിയുടെ പ്രതികരണം. ജനാധിപത്യത്തിൽ മസലിനാണ് പ്രാധാന്യമെങ്കിൽ റോണി കോൾമാൻ എന്നേ അമേരിക്കൻ പ്രസിഡന്റ് ആകുമായിരുന്നു. പാലക്കാട് നിന്നുള്ള വാർത്ത കണ്ടപ്പോൾ പറഞ്ഞതാണ് എന്നായിരുന്നു മന്ത്രിയുടെ കുറിപ്പ്. ബിഗ് റോൺ എന്നറിയപ്പെടുന്ന റോണി കോൾമാൻ അമേരിക്കയിലെ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ്. അദ്ദേഹത്തിന്റെ ചിത്രം പങ്കുവച്ചായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡിസംബർ 6-ന് 6 സ്ഫോടനം നടത്തുവാൻ പദ്ധതിയിട്ടു. ആക്രമണത്തിനായി വൈറ്റ് കോളർ സംഘം 30 ലക്ഷം സമാഹരിച്ചു. ഡൽഹി സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഡിസംബർ 6-ന് ഡൽഹിയിൽ ആക്രമണം നടത്തുവാൻ ഭീകരർ പദ്ധതിയിട്ടതായി സൂചന. 6 ഒരേ സമയം ആക്രമണം നടത്തുവാനായിരുന്നു പദ്ധതി. ലക്ഷ്യങ്ങളിൽ കൊണാട്ട് പ്ലേസ്, മയൂർ വിഹാർ, റെഡ് ഫോർട്ട് പാർക്കിംഗ് എന്നിവിടങ്ങൾ ഉൾപ്പെട്ടതായാണ് വിവരം. ആക്രമണത്തിനായി വൈറ്റ് കോളർ സംഘം 30 ലക്ഷം രൂപ സമാഹരിച്ചു. പണം ഡോ ഉമറിന് കൈമാറിയതായാണ് മൊഴി. ഡോ മുസാമിലിന്റെ സർവകലാശാലയിലെ മുറിയിലാണ് ഗൂഢാലോചന നടന്നത്. ബോംബ് നിർമ്മാണത്തിനായി സർവകലാശാല ലാബിൽ നിന്നും രാസവസ്തുക്കൾ മോഷ്ടിച്ചു. ഡോക്ടർ മുസാമിലിന്റെ മുറിയിൽ ബോംബ് നിർമ്മിക്കുവാൻ പരീക്ഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തി. പാർക്കിംഗ് ഏരിയയിൽ 3 മണിക്കൂർ തങ്ങിയത് സ്ഫോടനം ലക്ഷ്യം വെച്ചാണെന്ന് കണ്ടെത്തൽ. കാറിന്റെ പിൻസീറ്റിൽ വെച്ച് സ്ഫോടനം നടത്തുവാനായിരുന്നു പദ്ധതി. തിരക്ക് കുറഞ്ഞതാണ് പദ്ധതി മാറ്റുവാൻ കാരണം. ഡൽഹി റെഡ് ഫോർട്ട് സിഗ്നലിലെ സ്ഫോടനം പെട്ടെന്ന് തയ്യാറാക്കിയ പദ്ധതി എന്നാണ് നിഗമനം. ഡൽഹി കാർ സ്ഫോടനത്തിലെ അന്വേഷണത്തിൽ ചുരുളഴിയുന്നത് വൻ ഭീകരാക്രമണ പദ്ധതിയാണ്. കൂട്ടാളികൾ പിടിയിലായതിന് പിന്നാലെ ഫരീദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് കടന്ന ഡോക്ടർ ഉമർ നബി രാജ്യതലസ്ഥാനത്ത് തിരക്കുള്ള സ്ഥലങ്ങളിൽ കറങ്ങിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി അറസ്റ്റുണ്ടായേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് തിരിച്ചടി. മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും തള്ളി. ദ്വാരപാലക ശില്പപാളികൾ കൊടുത്തുവിടുവാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ എസ് ജയശ്രീ തിരുത്തുവരുത്തിയെന്നാണ് എസ്ഐടിയുടെ കണ്ടെത്തൽ. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റിലാണ് ജയശ്രീ തിരുത്തുവരുത്തിയത്. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. ജാമ്യ ഹർജി തള്ളിയതോടെ ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ഇനി നിർണായകമാണ്. ശബരിമലയിലെ സ്വർണ്ണം പൂശിയ കട്ടിളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എന്നാണ് എസ്ഐടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് പത്മകുമാറിന് കുരുക്കായത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.